ഇ.പി. ജോണിനെ കുറിച്ച് പറയാൻ പറ്റിയ വാക്കുകൾ എനിക്കില്ല. കാരണം ഞാൻ മലയാളത്തിൽ അത്ര ഇവരെ പല വാക്കുകൾ പന്താടുന്ന ആളല്ല. പക്ഷെ സി.പി. ജോൺ കേരളത്തിലെ പൊതുജീവിതത്തിലൊരു അസറ്റാണ്. ഇത്രയേറെ കേരളത്തിൻ്റെ പ്രശ്നങ്ങൾ ആഴത്തിൽ പഠിക്കുകയും അതിൻ്റെ പരിഹാര മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും ചുരുക്കം നിലക്ക് മനസ്സിലാക്കി. കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ വികസന അജണ്ട അത് തയ്യാറാക്കുന്നതിൽ നടപ്പാക്കുന്നതിൽ എൻ്റെ അഭിപ്രായത്തിൽ അന്നത്തെ പ്ലാനിംഗ് ബോർഡ് അത് ചീഫ് സെക്രട്ടറി ആയിരുന്ന ചന്ദ്രശേഖരൻ സി.പി. ജോൺ വഹിച്ച പങ്ക് വളരെ വലുതാണ്. അപ്പം തീർച്ചയായും കേരളം അന്നത്തേക്കാൾ കൂടുതൽ പ്രശ്നങ്ങൾ നേരിടുന്ന കാലഘട്ടത്തിൽ സി.പി. ജോണിൻ്റെ സാന്നിധ്യം കേരളത്തിന് അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഈ പുതിയ കേരളത്തിന് വളരെ ഗുണകരമായിരിക്കും വിശ്വസിക്കുന്നു. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ നല്ല ഭൂരിപക്ഷത്തിന് സി.പി. ജോൺ വിജയിക്കും. അദ്ദേഹം എൻ്റെ എം.എൽ.എ. ആകും, എൻ്റെ കുടുംബത്തിൻ്റെ എം.എൽ.എ. ആകും എന്ന് രാവിലെ BLO വന്ന് എന്നോട് ചോദിച്ചു. ഇപ്പോൾ റെക്കോർഡ് 85 കഴിഞ്ഞവർക്ക് വീട്ടിൽ നോട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ വീട്ടിൽ നോട്ട് ചെയ്യുന്നില്ല. നടക്കാൻ ഇപ്പം പ്രയാസമുണ്ടെങ്കിലും അവിടെ വന്ന് നോട്ട് ചെയ്യുന്നു. കാരണം സി.പി. ജോൺ വോട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ 85 കഴിഞ്ഞവർക്കെല്ലാം ഒരു വീട്ടിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തിക്കണം. അപ്പോൾ ഞങ്ങളുടെ എം.എൽ.എ., നമ്മുടെ കുടുംബത്തിൻ്റെ എം.എൽ.എ. തീർച്ചയായിട്ടും സി.പി. ജോൺ തിരുവനന്തപുരം നഗരത്തിൻ്റെ വികസനത്തിന് വലിയ സംഭാവന നൽകുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നല്ല ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കും. തിരുവനന്തപുരത്തിൽ തലസ്ഥാന നഗരിയുടെ എം.എൽ.എ. ആയി സി.പി. ജോൺ മാറും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷൻ ഭരണം കേരളം ഇപ്പോൾ BJP ആണ്. അത് വലിയൊരു മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിൽ. അപ്പോൾ അത് എത്രമാത്രം പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത്? ഒരു മാറ്റം ഉണ്ടായിട്ടുള്ള നഗരത്തിൽ അത്തരം ചർച്ചയിലേക്ക് ഞാൻ പോകുന്നില്ല. BJP കേരളത്തിൽ കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാകും. ഈ ഇലക്ഷൻ കഴിയുമ്പോൾ മനസ്സിലാകാൻ പോകുന്നത് സംസ്ഥാനത്ത് ഭരണമാറ്റവും കേരളത്തിൽ BJPയുടെ കൂടുതൽ അടിത്തറകളെന്നാണ്. ശരി.